ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NDPC എക്സാമിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിട്ട് കമ്പ്യൂട്ടറിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഹു ഇൻവെൻറ്റഡ് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കമ്പ്യൂട്ടർ സെഷൻ ചെയ്തായിരുന്നു, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ വരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഹു ഇൻവെൻറ്റഡ് ബ്ലൂടൂത്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വരുന്നത്. ഹു ഇൻവെൻറ്റഡ് ബ്ലൂടൂത്ത്, ബ്ലൂടൂത്ത് ആരാണ് ഇൻവെൻറ്റ് ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓപ്ഷൻ വെച്ച് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ജോൺ മെക്കാർത്തി. ജോൺ മെക്കാർത്തി എന്തിൻ്റെയാണ്? ജോൺ മെക്കാർത്തി നമ്മുടെ അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആളാണ് ആരെന്ന് പറയുന്നത്? ജോൺ മെക്കാർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ മെക്കാർത്തി എങ്ങനെ ആലോചിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദറായിട്ടാണ് ജോൺ മെക്കാർത്തിയെ അറിയപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ലിസ്പ് എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആദ്യമായി തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാംഗ്വേജും LISP എന്ന് പറയുന്ന ലിസ്പ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. അതും ആരുടെയാണ്? ജോൺ മെക്കാർത്തി തന്നെ കണ്ടുപിടിച്ച കാര്യമാണെന്നുള്ളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പം ലിസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് പ്രോസസ്സിങ് എന്നുള്ളതാണ്. ലിസ്റ്റ് പ്രോസസ്സിങ് എന്താണ്? ലിസ്റ്റ് പ്രോസസ്സിങ്, ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത് ചെയ്യുന്നത്? ഈ പറയുന്ന AI ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അത് ആലോചിച്ചിരിക്കുക. അടുത്ത് ഗ്രേസ് മുറേ ഹോപ്പർ. എന്താണ്? ഗ്രേസ് മുറേ ഹോപ്പർ. ഗ്രേസ് എന്ന് പറയുന്നത് ഒരു ഫീമെയിലാണ്. അപ്പോൾ ആ ആൾ എന്താണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊബോൾ ലാംഗ്വേജ്. എന്താണ്? കൊബോൾ ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ആരാണ്? ഡിസ്കവർ ചെയ്യുന്നത് ഗ്രേസ് മുറേ ഹോപ്പർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഓക്കെ, ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യുക? ഓർമ്മിച്ചിരിക്കുക. ഗ്രേസ് മുറേ ഹോപ്പർ എന്താണ്? കൊബോൾ ആണ്. കൊബോളിൻ്റെ ഫുൾ ഫോം എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് അല്ലേ? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. ബിസിനസ്സിനൊക്കെ വേണ്ടിയായിട്ട് യൂസ് ചെയ്ത ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഏതിനെ പറയുന്നത്? ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആയിട്ടാണ് കൊബോളിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊബോൾ എന്ന് പറഞ്ഞാൽ കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. 1959 ഇത് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 1959 ഗ്രേസ് എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത് ജാപ്പ് ഹാഡ്സൺ. ജാപ്പ് ഹാഡ്സൺ അത് ആരാണ് കണ്ടുപിടിക്കുന്നത്? എന്താണ് കണ്ടുപിടിക്കുന്നത്? ബ്ലൂടൂത്ത് ആണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ജാപ്പ് ഹാഡ്സൺ ആണ് എന്തെന്ന് പറയുന്നത്? ഫാദർ ഓഫ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ജാപ്പ് ഹാഡ്സൺ ആണ്. പിന്നെ വരുന്ന ടിം ബെർണേഴ്സ് ലീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്തിൻ്റെയൊക്കെയാണ്? നമ്മുടെ WWW വേൾഡ് വൈഡ് വെബിൻ്റെ ഫാദറാണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏതൊക്കെയുണ്ട്? HTTP അല്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന HTTP. ഇതെല്ലാം എന്തിനാണ്? ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള വെബ് ബ്രൗസിങ് നേരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കുറേ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുത്തത് ആരാണ്? ടിം ബെർണേഴ്സ് ലീ ആണ്. വേൾഡ് വൈഡ് വെബ്, HTTP, അതുപോലെ തന്നെ HTML അല്ലേ, HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പം ലാംഗ്വേജ്, അതിൻ്റെ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനെറ്റ് ശാഖല തന്നെ കണ്ടുപിടിക്കുന്ന ആരാണ്? ഈ പറയുന്ന ടിം ബെർണേഴ്സ് ലീ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ടിം ബെർണേഴ്സ് ലീയുടെയാണ് WWW, HTTP, HTML എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അത്രയും അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഇത്ര അപ്പം നിങ്ങൾക്ക് പോയിന്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് USB ഈസ് എ ടൈപ്പ് ഓഫ് എന്ത് സ്റ്റോറേജ് എന്നാണ് ചോദിക്കുന്നത്? USB അല്ലേ. USB-യുടെ ഫുൾ ഫോം എന്താണ്? USB-യുടെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ് അല്ലേ. എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ്. സീരിയൽ ബസ് എന്നുള്ളതാണ് USB-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. അതെന്താണ്? ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ലേ. USB പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് USB എന്ന് പറയുന്നത്. അത് എന്ത് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് എന്നാണ് ചോദിക്കുന്നത്. എന്ത് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എന്ത് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് തന്നെയാണ് അതെന്ന് പറയുന്നത്? ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആണ് അല്ലേ. എന്ത് സ്റ്റോറേജ് ആണ്? സെക്കൻഡറി സ്റ്റോറേജ് ആണ്. കാരണം പ്രൈമറി നമുക്ക് കണ്ണുമടച്ച് പറയാം ഏതൊക്കെയാണെന്ന്. കമ്പ്യൂട്ടറിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ കിട്ടുന്ന സ്റ്റോറേജുകളെയാണ് പ്രൈമറി സ്റ്റോറേജസ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ഉള്ള സ്റ്റോറേജുകളെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റാമും റോമും അല്ലേ. എന്താണ്? റാമും റോമും ആണ് പ്രൈമറിക്ക് എക്സാമ്പിൾ. അപ്പോൾ USB പോലെയുള്ള ഫ്ലാഷ് ഡ്രൈവ്സുകൾ, അങ്ങനെയുള്ള ഡ്രൈവ്സുകൾ ഉണ്ടല്ലോ, CD ROM, ഫ്ലോപ്പി ഡിസ്ക്, അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ എന്തിലാണ് വരുന്നത്?
വരുന്നത്? സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് പോലുള്ള പല സംഭവങ്ങളും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ USB എന്ന് പറഞ്ഞാൽ എന്താണ്? USB ഫ്ലാഷ് ഡ്രൈവ് ആണ് അല്ലേ? USB ഫ്ലാഷ് ഡ്രൈവ് ആണ്. തമ്പ് ഡ്രൈവ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? തമ്പ് ഡ്രൈവ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് USB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം അവിടെ മനസ്സിലാക്കാതെ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പോർട്ടബിൾ ആയിട്ടുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. എന്ത് ചെയ്യാനാണ്? കണക്ട് ചെയ്യാനാണ് അല്ലേ? allowing them to communicate and sharing devices. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ഫയൽസ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് USB ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് USB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. ഫസ്റ്റ് ബാർകോഡ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ബൈ. ബാർകോഡ് സിസ്റ്റം അറിയാമല്ലോ. ബാർകോഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? നോർമാൻ ജോസഫ് വുഡ്ലാൻഡ് ആണ്. നോർമാൻ ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ബാർകോഡ് കണ്ടുപിടിക്കുന്നത്. ബാർകോഡിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നോർമാൻ ജോസഫ് വുഡ്ലാൻഡ് ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. ബാർകോഡ് നോർമാൻ ജോസഫ് വുഡ്ലാൻഡ് ആണ്. അത് കഴിഞ്ഞ് മൗസിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട് ആണെന്നുള്ളൊരു കാര്യം അല്ലേ? ഡഗ്ലസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന മൗസ് കണ്ടുപിടിക്കുന്ന മൗസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 1991 ഫസ്റ്റ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറായ പരം ഓക്കെ, അത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കണ്ടുപിടിച്ചത് ആരാണ്? ഭട്കർ എന്ന് പറയുന്ന ആളാണ്. വിജയ് ഭട്കർ എന്ന് പറയുന്ന ആളാണ്. ഏതാണ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? പരം 8000 എന്നുള്ളതാണ്. പരം 8000 ആണ് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന ഫസ്റ്റ് കമ്പ്യൂട്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻ 1991 ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് സൂപ്പർ കമ്പ്യൂട്ടർ വാസ് നെയിംഡ് ബൈ വിജയ് ബഹാദ്കർ ആസ് ദ എന്താണ്? പരം 8000 ആയിട്ടാണ്. ഓക്കെ, പരം 8000 ആണ്. ഇനി അടുത്ത് ചോദിക്കുകയാണ് വേൾഡ്സ് ഫസ്റ്റ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇൻ ദ മാർക്കറ്റ്. ലാപ്ടോപ്പ് അല്ലേ? നമ്മുടെ കമ്പ്യൂട്ടറിന് തന്നെ ഒരു സീരീസ് ഓഫ് കമ്പ്യൂട്ടർ ഇപ്പൊ എന്താണ്? മിനി കമ്പ്യൂട്ടേഴ്സ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ? മിനി കമ്പ്യൂട്ടേഴ്സിലൊക്കെയാണ് ഇത് വരുന്നത്, പറയുന്ന ലാപ്ടോപ്പ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതിന് എക്സാമ്പിൾ ഏതാണ്? അതിനെ ഫസ്റ്റ് കൊണ്ടുവന്നത് ഏതാണ്? എപ്സൺ എന്ന് പറയുന്നതാണ്. വേൾഡിൽ തന്നെ ഫസ്റ്റ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഏതാണ്? എപ്സൺ എന്ന് പറയണം. വേൾഡിലെ കാര്യമാണ് ചോദിക്കുന്നത്. വേൾഡിലെ തന്നെ ഫസ്റ്റ് ഏതാണ്? എപ്സൺ ആണ്. ഓക്കെ, ആ കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞത് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഡിജീനിയസ് ആയിട്ട് ഉണ്ടാക്കിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് പരം എന്ന് പറയുന്നത്. ഇത് വേൾഡിൽ ഫസ്റ്റ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആണ് പറയുന്നത്. ഇനി അടുത്ത് വിച്ച് കമ്പനി മാനുഫാക്ചർ ദ ഫസ്റ്റ് മൈക്രോ പ്രോസസർ. മൈക്രോ പ്രോസസേഴ്സ് ആണ് ആദ്യമായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, അങ്ങനെ ജനറേഷൻസ് ഉണ്ട് കമ്പ്യൂട്ടർ ഡെവലപ്പായി വന്നത്. ആദ്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന പോലെ വാക്യൂം ട്യൂബ്സ് ആണ്. സെക്കൻഡ് ജനറേഷൻ എത്തിയപ്പോൾ അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കുറേ ഇതായിട്ട് മാറി അല്ലേ? സെക്കൻഡ് ജനറേഷനിൽ മാറുന്നു, പിന്നെ തേർഡ് ജനറേഷനിൽ അത് മാറുന്നു. അത് കഴിഞ്ഞ് നാലാമത്തെ ജനറേഷനൊക്കെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ മൈക്രോ പ്രോസസ്സർ. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് മൂന്നാമത്തെ സമയത്താണ് അല്ലേ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിട്ട് മാറുന്നത്. മൂന്നാമത്തെ സമയത്ത്. രണ്ടാമത്തെ സമയത്ത് അത് ട്രാൻസിസ്റ്റർ ആയിട്ടായിരുന്നു നിന്നത്. ട്രാൻസിസ്റ്റർ. ഒന്നാമത്തെ സമയത്ത് എന്തായിരുന്നു? വാക്യൂം ട്യൂബ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിരുന്നു. നാലാമത്തെ സമയത്താണ് എന്ത് വരുന്നത്? മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന സംഭവം വരുന്നത്. മൈക്രോ പ്രോസസ്സർ ചെറിയ സ്മോൾ ചിപ്പുകളാക്കി മാറ്റുന്നത്, സിലിക്കൺ ചിപ്പുകളായിട്ട് മാറ്റുന്ന ഏത് സമയത്താണ്? നാലാമത്തെ ആ ഒരു ജനറേഷനൊക്കെ വരുന്ന സമയത്താണ്. അങ്ങനെയുള്ള ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിക്കുന്ന 4004 മൈക്രോ പ്രോസസ്സർ 4004 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഇന്റൽ ആണ് അല്ലേ? ഇന്റലിന്റെ 4000 എന്നാണ് പറയുന്നത്. ഇന്റൽ കോർപ്പറേഷൻകാരാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അത് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് അവൈലബിൾ ഫോർ കൊമേഴ്ഷ്യൽ യൂസ്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള യൂസിന് വേണ്ടിയായിട്ട്, പബ്ലിക്കിന് വേണ്ടിയായിട്ടുള്ള കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയായിട്ട് തുടങ്ങിയ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് യുണിവാക് ആണ്. എന്താണ്? യുണിവാക് ആണ്. യൂണിവേഴ്സൽ ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള യുണിവാക് ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് അവൈലബിൾ ഫോർ കൊമേഴ്ഷ്യൽ യൂസ്. എവിടെയാണ്? US-ൽ തന്നെയാണ്. എവിടെയാണ്? US-ൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ യുണിവാക് എന്ന് പറയുന്നത് ആരുടെയാണ്? അവരുടെ ഇന്നോവേഷൻ ആണ്. അതുപോലെ ഇനിയാക് എന്ന് പറയുന്ന ഫസ്റ്റ് ഇലക്ട്രോണിക് പർപ്പസിലായിട്ടുള്ള ഫസ്റ്റ് ജനറൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഇനിയാക് കണ്ടുപിടിക്കുന്നതും ഈ യുണിവാക് കണ്ടുപിടിക്കുന്നതും ഒരേ ആൾക്കാരാണ്. അവരുടെ പേര് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക കേട്ടോ. അവരുടെ പേര് ഓർത്തിരിക്കുക. ജെ പ്രെസ്പർ എക്കർട്ട്. എന്താണ്? ജെ പ്രെസ്പർ എക്കർട്ട് എന്ന് പറയുന്ന ആളാണ്. പ്രെസ്പർ എക്കർട്ട് ആണ് ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് അവൈലബിൾ ഫോർ കൊമേഴ്ഷ്യൽ യൂസും ആര് തന്നെയാണ് ഉണ്ടാക്കുന്നത്? ജെ പ്രെസ്പർ എക്കർട്ട് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വിത്ത് ജോൺ മക്കൗലി എന്ന് പറയുന്ന ഒരാളും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ.
ജോൺ മോക്ലി എന്ന് പറയുന്ന ആളുടെ കൂടെ ഒപ്പം ചേർന്നിട്ടാണ് ENIAC-ഉം UNIVAC-ഉം തുടങ്ങുന്ന US-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ പോയിന്റ്സ് അത്ര എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൈക്രോ പ്രോസസ്സർ ഫസ്റ്റ് ഏതാണ്? Intel 4000 ആണ്, Intel-ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഇൻഡിജീനിയസ് കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള പരം 8000 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ബക്ലാവ, പൈ, ഓറിയോ, കപ്പ് കേക്ക് ആർ വേർഷൻസ് ഓഫ് എന്തായിട്ടാണ് ചോദിക്കുന്നത്? ബക്ലാവ, പൈ, ഓറിയോ ആർ വേർഷൻസ് ഓഫ് എന്താണ്? നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ്? ഓരോ ഫുഡ് ഐറ്റംസ് ആണ് അല്ലെ, ഡെസേർട്ട് ഐറ്റംസ് ആണ്. അപ്പോൾ അത് എന്തിലാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡെസേർട്ട് ഐറ്റംസ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് എന്തിൻ്റെ വേർഷൻ ആയിട്ടാണ് അതിന് നെയിം ചെയ്തിരിക്കുന്ന ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എന്തിൻ്റെ വേർഷൻസ് ആണ്? നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ആണ്. ആപ്പ് ആൻഡ്രോയിഡിൻ്റെ ഒക്കെ സോഫ്റ്റ്വെയർ ആപ്പിൻ്റെ ഒക്കെ ആണ് എന്തെന്ന് പറയുന്നത്. ഈ ഒരു ആൻഡ്രോയിഡ് വേർഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പേരുകൾ കോഡ് നെയിം ആയിട്ട് വിളിക്കാറുള്ളത്. കോഡ് നെയിം ആണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഇപ്പോൾ എത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 16 വരെ, ആൻഡ്രോയിഡ് 16 വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഫോണൊക്കെ ചിലപ്പോൾ 14, 15 ആ ഒരു റേഞ്ചിലായിരിക്കും. പക്ഷേ ഈ 16 വരെ ആൻഡ്രോയിഡ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ നെയിമാണ്, അതിൻ്റെ സീക്രട്ട് നെയിമാണ് ബക്ലാവ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ് കേക്കിൽ നിന്ന് തുടങ്ങി ബക്ലാവ വരെ എത്തിയിരിക്കുകയാണ്. 1.0 ആൻഡ്രോയിഡ് 1.0ൽ നിന്ന് തുടങ്ങി ബക്ലാവ വരെയൊക്കെ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആൻഡ്രോയിഡിൽ നടക്കുന്നത്. ഓരോ വേർഷൻസും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പ്രോസസ്സിങ് യൂണിറ്റ്സ് കൊടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? വിടാറുള്ളത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 16 ബക്ലാവയായിരുന്നു. 15 എന്ന് പറഞ്ഞാൽ വാനില കപ്പ് കേക്ക് എന്ന് പറയുന്ന ഒന്നായിരുന്നു. വാനില കേക്ക് എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള കുറേ ഡെസേർട്ട് ഐറ്റംസിന്റെ പേരുകളാണ് ഇതിന് എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിട്ടുള്ളത്. ഓറിയോ ഉണ്ട്, പൈ ഉണ്ട്. ഓറിയോ ഒക്കെ 10, 11 ആ സമയത്തുള്ളതാണ്. അങ്ങനെ പല വേർഷൻസ് ഓഫ് നെയിം അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ 16ാമത്തത് ബക്ലാവയാണ്. അത് ആൻഡ്രോയിഡിന്റെ വേർഷൻ നെയിംസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ലിനക്സും ഈ വിൻഡോസ് ഒക്കെ അറിയാലോ. ലിനക്സ് ആണ് ഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിട്ടൊക്കെ വരുന്നത്. വിൻഡോസും ഉണ്ട്. വിൻഡോസ് ലാപ്ടോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. മാക് എന്ന് പറയുന്നത് ആപ്പിൾ സോഫ്റ്റ്വെയർകാർ യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അത്രയും പോയിന്റ്സും കൂടെ അവിടെ മനസ്സിലാക്കി ഇരിക്കുക. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കമ്പനി ഡെവലപ്ഡ് ഹാക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഹാക്ക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് കമ്പനി എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. വിച്ച് കമ്പനി ഡെവലപ്പ് ഹാക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഹാക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഫേസ്ബുക്കുകാരാണ് കേട്ടോ. ആരാണ്? ഫേസ്ബുക്കുകാരാണ്. ഹാക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുവരുന്ന ആരാണ്? ഫേസ്ബുക്ക് ആണ്. ഇന്ന് അതിന് എന്തായിട്ട് അറിയപ്പെടുന്നത്? മെറ്റ എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. മെറ്റയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഫേസ്ബുക്കിനെയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ മെറ്റ എന്നുള്ള ആ കമ്പനിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹാക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് സക്കർബർഗ് ഈ പറയുന്ന ഫേസ്ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ഒരു കമ്പനി ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന PHPക്ക് വേണ്ടിയായിട്ട്, പ്രോസസ്സിങ്ങിന് വേണ്ടിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ് പറയുന്നത് ഹാക്കിനെ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഹാക്ക് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ബൈ ഫേസ്ബുക്ക് ആണ്. ശരിക്കും ഒരു സ്ട്രോങ് ടൈപ്പിംഗ് ഇതൊക്കെ കൊടുക്കുന്ന ഒരു ഇതാണ്. അത് ആലോചിക്കുക. ഹിപ്പ് വിർച്വൽ മെഷീൻസിന് വേണ്ടിയിട്ടാണ്. ഹിപ്പ് ഹോപ്പ് ആയിട്ടുള്ള വിർച്വൽ മെഷീൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ എന്താണ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടേംസ് ആണ്. ഹിപ്പ് ഹോപ്പ് ആയിട്ടുള്ള മെഷീൻസിന് വേണ്ടിയായിട്ടുള്ള എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് ഹാക്കിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഹിപ്പ് ഹോപ്പ് വിർച്വൽ മെഷീന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഹാക്കിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ്ബുക്കുകാരാണ് യൂസ് ചെയ്തത്. ഓക്കെ, അത്ര കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, ഗൂഗിളിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്? ഗൂഗിളിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു. ഫേസ്ബുക്കിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെറ്റയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്? ഈ പറയുന്ന ഹാക്ക് ആണെങ്കിൽ ഗൂഗിളിൻ്റെ എന്താണ്? ഗോ എന്നാണ് കേട്ടോ. ഗോ എന്നുള്ളതാണ് എന്തിൻ്റെത്? ഗൂഗിളിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. ഗൊലാങ് എന്നൊക്കെ നമ്മൾ പറയും. ഗോ എന്താണ്? ഗൊലാങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗൊലാങ് എന്നുള്ളതാണ് അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറയുന്നത്. അതുപോലെ ഓരോ ആൾക്കാർക്കുണ്ട്. ആപ്പിളിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ എന്താ പറയുന്നത്? ആപ്പിളിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സ്വിഫ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? സ്വിഫ്റ്റ് എന്നാണ് പറയുന്നത്. സ്വിഫ്റ്റ് ആപ്പിളിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്വിഫ്റ്റ് ആണ്. ഗൂഗിളിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഗൂഗിളിൽ തന്നെയുള്ള ഗോ ആണ്. പക്ഷെ ഗൊലാങ് എന്നാണ് ഗൂഗിളിൽ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഗൂഗിൾ ഗൊലാങ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അത് ആലോചിക്കുക. അപ്പോൾ ഈ ആപ്പിളിന് സ്വിഫ്റ്റ് എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിനും കാണൂലേ? ആൻഡ്രോയിഡിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരെന്താണ്? കോട്ട്ലിൻ എന്നുള്ളതാണ്. എന്താണ്? കോട്ട്ലിൻ എന്നുള്ളതാണ് ആൻഡ്രോയിഡിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഗൂഗിളിൻ്റെ ഗോ ആണ്, ഫേസ്ബുക്കിൻ്റെ ഹാക്കാണ്,
ആപ്പിളിൻ്റെത് സ്വിഫ്റ്റ് ആണ്, ആൻഡ്രോയിഡിൻ്റെത് കോട്ട്ലിൻ ആണ്. ഇതൊക്കെ എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ ആപ്പുകൾ കൃത്യമായിട്ട് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ പറയുന്നത്. ഇപ്പോൾ പുതുതായിട്ടൊക്കെ ഉള്ളത് ഏതൊക്കെയാണ്? മോജോ എന്ന് പറയുന്ന ഒന്നുണ്ട്. മോജോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ റിലേറ്റ് ചെയ്തിട്ടുള്ള, പൈത്തണിന്റെ ഒരു സബ്സെറ്റ് പോലെയുള്ള ഒരു ലാംഗ്വേജ് ആണ്. പൈത്തണിന്റെ സബ്സെറ്റ് പോലെയുള്ള ഒരു ലാംഗ്വേജ് ആണ് മോജോ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗൂഗിളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു എംപ്ലോയീസ് കാണുമല്ലോ, ഗൂഗിൾ ക്ലൗഡ് ആപ്ലിക്കേഷൻ എംപ്ലോയീസിനായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗൂഗിളിൻ്റെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇറങ്ങിയിട്ട് മോജോ എന്ന് പറയുന്ന പുതിയൊരു സംഭവം തുടങ്ങുന്നത്. അതായത് ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ പ്രത്യേകം ഇറങ്ങിയതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് മോജോ എന്ന് പറയുന്നത്. പൈത്തണിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ കണക്കാക്കുന്നത് കേട്ടോ. അതായത് ഈ പറയുന്ന ആപ്പിളിന്റെ സ്വിഫ്റ്റിന്റെ ഒറിജിനൽ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ആളാണ് ഈ മോജോയും ഉണ്ടാക്കിയെന്നുള്ളൊരു കാര്യം മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി ക്ലിയർ ആക്കി വെച്ചിരുന്നാൽ മതി. അപ്പം എന്താണ്, ആപ്പിളിൻ്റെത് സ്വിഫ്റ്റ് ആണ്, ഗൂഗിളിന്റെ ഗോ ആണ്, ഗോഗാൻ, അത് ഈ പറയുന്ന പോലെ ഗൊലാങ് ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഫേസ്ബുക്കിൻ്റെത് ഈ പറയുന്ന ഹാക്ക് ആണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ആലോചിച്ചിരിക്കുക കേട്ടോ. അത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോളാം. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, ഈ പറയുന്ന മൈക്രോസോഫ്റ്റിന് കുറേ ഉണ്ട്. അതായത് C#, F#, ഇതൊക്കെയാണ് അവരുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയാത്തത്. കുറച്ചധികം ലാംഗ്വേജസും മൈക്രോസോഫ്റ്റുകാർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. C#, F#, വിഷ്വൽ ടെസ്റ്റ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത്, ഹു അമംഗ് ദ ഫോളോയിങ് ഹാസ് ലാർജസ്റ്റ് സ്റ്റോറിംഗ് സ്പേസ്. ഇതിൽ ആർക്കാണ് സ്റ്റോറിംഗ് സ്പേസ് കൂടുതൽ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. സ്റ്റോറിംഗ് സ്പേസ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ, അവരുടെ ടെർമിനോളജി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ലാർജസ്റ്റ് ആണ് ചോദിക്കുന്നത്, ഇതിൻ്റെ ഏറ്റവും ചെറുത് ഏതാണ്? കിലോ ആണ് അല്ലേ. 1 കിലോ ബൈറ്റ്, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1024 ബൈറ്റ് ആണ് അല്ലേ. 1024 ബൈറ്റ്സ് ആണ്. ബൈറ്റ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ബൈറ്റ്സിൽ നിന്ന് തുടങ്ങി അതെന്തായി മാറും, ഈ പറയുന്ന കിലോ ബൈറ്റ് ആവും. അത് കഴിഞ്ഞ് കിലോ ബൈറ്റ് എന്തായി മാറും, ഒരു മെഗാ ബൈറ്റ് ആവും. ഒരു മെഗാ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 എന്താണ്, കിലോ ബൈറ്റ് ആണ് അല്ലേ. കിലോ ബൈറ്റ് ആണ്, ഇതിവിടെ വരും. ഇനി അടുത്ത് വരുന്നത് എന്താണ്, മെഗയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു GB ആണ് അല്ലേ, ഗിഗാ ബൈറ്റ് എന്ന് പറയും നമ്മൾ. ഗിഗാ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 എന്താണ്, MB ആണ് അല്ലേ. 1 ഗിഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 MB ആണ് വരുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടെറാബൈറ്റ് ആണ്. ഒരു ടെറാബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1024 GB. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫോണിലൊക്കെ 1024 GB ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ആ ഒരു രീതിയാണ്. ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റോറിംഗ് സ്പേസ് ആണ് അവിടെ വരുന്നത്, ലാർജസ്റ്റ് സ്റ്റോറിംഗ് സ്പേസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു TB എന്ന് പറയുന്നത് 1024 GB ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി ഇരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബിറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ബിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്, ബിറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ അബ്രിവേഷൻ ആയിട്ടാണ് പറയുന്നത്? ബൈനറി ലാംഗ്വേജ് ആണോ, ബൈനറി ഡിജിറ്റ് ആണോ, നമ്പർ ആണോ, ഗിഗാബൈറ്റിനെയാണോ പറയുന്നത്? ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബൈനറി ഡിജിറ്റ് ആണ് അല്ലേ. ബിറ്റ് ബൈനറി ഡിജിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ബിറ്റിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈനറി ഡിജിറ്റ് ആണ് ബിറ്റ്. ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര തൊട്ട് എത്ര വരെയാണ്, 0 to 1 എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലേ. 0 to 1 ആണ് ബൈനറി ഡിജിറ്റ് വരുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ ആണ്. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ആസ് ബൈനറി ഡിജിറ്റ് ഓർ ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം ആലോചിക്കുക. ബൈനറി ലാംഗ്വേജസ് ഏതൊക്കെയാ? ബൈനറി ലാംഗ്വേജസ് ആണ് കമ്പ്യൂട്ടർ ഏറ്റവും അക്സെപ്റ്റഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് എന്നുള്ളൊരു കാര്യം ഇവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ്, ലാംഗ്വേജ് വിച്ച് വാസ് യൂസ് ടു ബിൽഡ് ഇന്റർനെറ്റ് പേജസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണെടാ? ഏത് ലാംഗ്വേജ് ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം കണ്ടുപിടിച്ച ഒരാളുണ്ടല്ലേ, ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്ന ആൾ ഇന്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള, ഇന്റർനെറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ ലാംഗ്വേജ് വിച്ച് വാസ് യൂസ് ടു ബിൽഡ് ഇന്റർനെറ്റ് പേജസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? HTML ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആ സംഭവം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജ് വിച്ച് വാസ് യൂസ്ഡ് ടു ബിൽഡ് ഇന്റർനെറ്റ് പേജസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ഇന്റർനെറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് HTML ആണ് കേട്ടോ. HTML ആണ്. കളക്ഷൻ ഓഫ് HTML പേജസ് മാർക്സ് അപ് ടു എന്താണ്, HTML പേജസിന്റെ ഒരു എന്താണ് കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ, കളക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ www എന്ന് പറയുന്ന ഏത് വർഷമാണ്, 1989 ആര്
ടിം ലീ എന്ത് കണ്ടുപിടിക്കുന്നത്? വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ അത്രയും പോയിന്റോട് എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. കളക്ഷൻ ഓഫ് HTML പേജസ് ഈസ് കോൾഡ് ആസ് www. അപ്പോൾ ഇതെല്ലാം എന്താണ്, ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ അത് അത്രയും കാര്യങ്ങളും കണ്ടുപിടിച്ചെന്ന കാര്യം മനസ്സിലാക്കിക്കോളാം. ഇനി അതുപോലെ തന്നെ വെബ് യൂസേഴ്സ് ഡാഷ് ടു റിക്വസ്റ്റ് ആൻഡ് സെർവ് വെബ് പേജസ് ആൻഡ് പ്രോഗ്രാംസ്. വെബ് പേജസും പ്രോഗ്രാംസും എന്ത് ചെയ്യാൻ വേണ്ടിയായിട്ട്, കൃത്യമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ സെർവ് ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ വെബിൽ കണ്ടുപിടിക്കാൻ പോകണമെങ്കിൽ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്, അതിൻ്റെ ലാംഗ്വേജ് ആൻഡ് അതിൻ്റെ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിന് ഏതാണെന്ന് പറയുന്നത്, ഈ വെബുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആ ടേം എന്താണ്? HTML അല്ലെങ്കിൽ HTTP ആണ് കേട്ടോ. HTML അല്ലെങ്കിൽ HTTP ആണ്. HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് അല്ലേ? ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന സാധനമാണ് അല്ലേ HTTPS ഡോട്ട് എന്താണോ നമ്മൾ നോക്കുന്നത് ആ ഒരു അഡ്രസ്സ്, ആ അഡ്രസ്സിലേക്കാണ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ റിസീവറിനെ ആ കൃത്യമായ പർപ്പസിൽ കൊണ്ടെത്തിക്കുന്ന ആ വെബ് പേജിൻ്റെ ആ ഒരു അബ്രിവേഷൻ ആണ് ഇതെന്ന് പറയുന്നത് HTML അല്ലെങ്കിൽ HTTP എന്ന് പറയുന്നത്. അത് ഓപ്ഷനിൽ എന്താണോ വരുന്നത് അതനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ വെബ് യൂസേഴ്സ് എന്താണ് ഈ പറയുന്ന HTML അല്ലെങ്കിൽ HTTPനെ യൂസ് ചെയ്തിട്ടാണ് എന്തിലോട്ട് പോകുന്നത്? ആ റിക്വസ്റ്റ് ആൻഡ് സെർവർ പേജിലേക്ക് പോകുന്നത് കേട്ടോ. ഇനി അടുത്ത് ഇൻ HTML ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് ലിങ്ക്സ് ഡിസൈൻഡ് ആസ് ബട്ടൺസ്. HTML-നകത്ത് ആ ഒരു സംഭവത്തിനകത്ത് എന്താണ് ശരിക്കും ലിങ്ക് ചെയ്തിരിക്കുന്നത്? ആ ബട്ടൺസ്, അവരെ കൃത്യമായ ആ കണക്ഷൻ പോകുന്നത് ആ ഒരു സംഭവത്തിന് എന്താ പറയുക നമ്മൾ? HTTP എന്ന് പറയുന്ന ആ ഒരു അഡ്രസ്സ് ഫുള്ളായിട്ട് നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു മെനു ബാർ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് മെനു ബാർ? ആ ബട്ടണിനെ കംപ്ലീറ്റ്ലി ആ ഒരു ലിങ്ക് മൊത്തം അടങ്ങിയ ഒരു ബട്ടണെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? മെനു ബാർ ആയിട്ടാണ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ലിങ്ക്സ് ഡിസൈൻഡ് ആസ് ബട്ടൺസ്. ആ ലിങ്കുകളെ ആ ഫുള്ളായിട്ട് പറയുന്ന പേരിനെ എന്താണ് പറയുന്നത്? മെനു ബാർ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ HTML റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യമാണ് അവിടെ നമ്മൾ സംസാരിച്ചത്. HTML മെനു ബാർ ഈസ് എ സെറ്റ് ഓഫ് ലിങ്ക്സ് ഡിസൈൻഡ് ആസ് എന്താണ്? ബട്ടൺസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സെറ്റ് ഓഫ് ലിങ്ക്സ് ഡിസൈൻഡ് ആസ് ബട്ടൺസ് ആണ് മെനു ബാർ. ഓക്കെ, ആ പോയിന്റ് അവിടെ ആലോചിക്കുക. ഇനി അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ലാംഗ്വേജുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടാണ്. ബൈനറി ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ആണ്. സിമ്പിൾസ് യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജ് ആർ കാൾഡ് നിമോണിക്സ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ആൻ അസംബ്ലി ലാംഗ്വേജ്. നമുക്കറിയാം, നമുക്ക് ബേസിക്കലി കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. ഈ ബൈനറി ലാംഗ്വേജ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടുപിടിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ബൈനറി ലാംഗ്വേജ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്. അത് കഴിഞ്ഞാലാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് വരുന്നത്. പൈത്തൺ, ജാവ, C++ ഒക്കെ പോലെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് വരുന്നത്. പക്ഷേ അസംബ്ലി ലാംഗ്വേജും അതിനുശേഷം വന്നൊരു ലാംഗ്വേജ് ആണ്, നമ്മൾ പഠിക്കണം. ഈ അസംബ്ലി ലാംഗ്വേജിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? നിമോണിക്സ് എന്ന് പറയുന്ന അബ്രിവേഷൻസ് പോലെയുള്ള ചെറിയ ചെറിയ സംഭവം അല്ലേ, IMG, EDX ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആവശ്യമുള്ള സാധനത്തിന്റെ കുഞ്ഞൊരു പോർഷൻ, ഷോർട്ട് ഒരു പോർഷനാണ് അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മുടെ മെഷീൻ ലാംഗ്വേജ് വരുമ്പോൾ 0 to 1 എന്ന് പറഞ്ഞൊരു സംഭവമാണെങ്കിൽ നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിമോണിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഷോർട്ട് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നിമോണിക്സ് എന്ന് പറയുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? അസംബ്ലർ ആണ് അല്ലേ. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്ടാ? അസംബ്ലർ ആണ്. അസംബ്ലർ. അങ്ങനെയാണെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ നോർമൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? അതിൻ്റെ പേരാണ് കമ്പൈലർ. എന്താണ്? കമ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പൈലർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ആണ് ഇതെന്ന് പറയുന്നത്, കമ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് വൺ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ വൺ അറ്റ് എ ടൈം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഈസ് കാൾഡ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യും ഒരു പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിനെ വൺ അറ്റ് എ ടൈം ആയിട്ട് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരെന്നാണ് ചോദിക്കുന്നത്. അതായത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഇവരെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്? അത് ഇന്റർപ്രറ്റർ ആണ്. ആരാണ്? ഇന്റർപ്രറ്റർ ആണ്. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളെ ഇന്റർപ്രിറ്റേഷൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്താണ്? ഇന്റർപ്രറ്റർ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, ഇന്റർപ്രറ്റർ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ബഗ് ഇൻ എ പ്രോഗ്രാം ഈസ് ഡാഷ്. A bug in a program is a programming language. A bug in a program is called എന്താണെന്നായിരിക്കും ചോദിച്ചത് കേട്ടോ. ബഗ് ഇൻ എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുന്ന ബഗ്ഗിനെ എന്തായിട്ടാണ് നമ്മൾ പറയുന്നത്? ബഗ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് ആസ്
എന്താണ് എറർ ആണ്, ഒരു ബഗ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനകത്തോ ഒരു ബഗ്, ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കെങ്കിൽ അതിന് എന്താ പറയുക നമ്മൾ? എറർ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്തായിട്ടാണ്? എറർ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബഗ്ഗിനെ എന്താ പറയുക? എറർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ ബഗ്ഗിനെ കളയണം, റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു എറർ വന്നു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പറയും? ഡീബഗ്ഗിങ് എന്ന് പറയും. എന്താണ്? ഡീബഗ്ഗിങ് എന്ന് പറയും. ഓക്കെ, ഡീബഗ്ഗിങ് ആണ് ആ പ്രോസസ്സിന്റെ പേരിനെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഡെവലപ്ഡ് വാസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്, നമ്മൾ മെഷീൻ ലാംഗ്വേജ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഏതിനെയാണ്? ഏത് ലാംഗ്വേജ്? അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏതിനെയാണ്? അത് ഫോർട്രൻ ആണ്. ഫോർട്രൻ ആണ്, ഫോർമുല ട്രാൻസ്ലേഷൻ. എന്താണ്? ഫോർമുല ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഫോർട്രൻ ആണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് ഫോർമുല ട്രാൻസ്ലേഷൻ ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് ആരെയാണ്? ഫോർട്രനെയാണ്. 1957 കേട്ടോ. 1957 ഈ ഒരു ലാംഗ്വേജ് കണ്ടുപിടിക്കുന്നത്. ആരാണ് കണ്ടുപിടിക്കുന്നത്? ജോൺ ബക്കസ് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ജോൺ ബക്കസ്. ജോൺ ബാക്കസ്. ഓക്കെ, ജോൺ ബക്കസ് എന്ന് പറയുന്ന ആളാണ് ഫോർട്രൻ എന്ന് പറഞ്ഞ ഈ ലാംഗ്വേജ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ലാംഗ്വേജസ് വന്നു. ജാവ, പൈത്തൺ, C++, അങ്ങനെയുള്ള കുറേ ലാംഗ്വേജസ് ഇതിൻ്റെ ശേഷം വന്നതാണ് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത കമ്പ്യൂട്ടർ പ്രോഗ്രാം ലാംഗ്വേജ് ഓഫൺ യൂസ്ഡ് ബൈ ചിൽഡ്രൻ. ചിൽഡ്രൻസിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ചിൽഡ്രന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറയുന്ന പേരാണ് ലോഗോ ഓർ സ്ക്രാച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലോഗോയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്ക്രാച്ചും. സ്ക്രാച്ച് ഈ ഇടയായിട്ടൊക്കെ നമ്മൾ ഇപ്പം റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് സ്ക്രാച്ച് ആണ്, പക്ഷെ ഫസ്റ്റ് തൊട്ടേ ഉള്ളത് ലോഗോയാണ് കേട്ടോ. ലോഗോയും അതുപോലെ തന്നെ സ്ക്രാച്ചുമാണ് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് often used by children is called as logo or scratch എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി. ഇത്തരം പോയിന്റ്സ് അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which among the following is an output device in the context of a computer system? നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാൻ പറ്റുന്നത് ഇതിലേതെന്നാണ് ചോദിക്കുന്നത്. ഇതിലേതാണ് ഔട്ട്പുട്ട് ഡിവൈസ്? ഔട്ട്പുട്ട് ആയിട്ടാണ് അതിന് എന്ത് കൊടുക്കുന്നത്? ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ, അതായത് പുറമേ കിട്ടുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് അകത്ത്, കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കുന്ന ഫയൽ ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് തന്നെയാണ് ഇൻപുട്ട്. അകത്തേക്ക് കൊടുക്കുന്നതും പുറത്തേക്ക് തരുന്നതും അല്ലേ. അപ്പോൾ ആ പുറത്തേക്ക് തരുന്ന ഒരു രീതി ഏതിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ട്രാക്ക് ബോൾ എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ലൈറ്റ് പെൻ ഇൻപുട്ട് ഡിവൈസ് ആണ്, അകത്തേക്കാണ് ചെയ്യുന്നത്. മാഗ്നറ്റിക് സ്കാനർ അകത്തേക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഇൻപുട്ട് ഡിവൈസും. ഇവിടെ കാണുന്ന ഈ പ്ലോട്ടർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസും ആണ്. പ്ലോട്ടർ ആണ് അതിനൊരു എക്സാമ്പിൾ ആണ്. പ്ലോട്ടർ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഓട്ടോ ക്യാഡ് പോലുള്ള വർക്കുകൾക്ക് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ പ്രിന്ററിന്റെ ഒരു ഹെവി ഐറ്റം ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്രിന്റർ എന്താണ്? പ്രിന്റർ ചെറിയ ആൾക്കാരെയാണ് ചെയ്യുന്നതെങ്കിൽ, പ്രിന്റർ എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടുള്ള സ്മോൾ യൂണിറ്റ്സിനെയാണ് നോക്കുന്നതെങ്കിൽ ലാർജ് സ്കെയിൽ യൂണിറ്റ്സിനെ നോക്കുന്ന ആരാണ്? പ്ലോട്ടർ ആണ്. പ്ലോട്ടർ ഈസ് എ മിനി എന്താണ് ഒരു സീനിയർ ട്വിൻ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ആ ഒരു രീതിക്കാണ് പറഞ്ഞത്. പ്ലോട്ടറിനെയാണ് നമ്മൾ വലിയ വലിയ ഗ്രാഫിക്സ് പോലെയുള്ള വലിയ എന്താണ് പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫ്ലെക്സുകളും ഒക്കെ ചെയ്യുന്നത് പ്ലോട്ടർ വഴിയാണെന്ന കാര്യം മനസ്സിലാക്കിക്കോളും. അപ്പോൾ പ്ലോട്ടർ എന്താണ്? ഔട്ട്പുട്ടാണ് തരുന്നത്. പുറമേ ഒരു സാധനം എടുത്തു തരികയാണ് ചെയ്യുന്നത്. അതെന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കിക്കോളും. അപ്പോൾ ട്രാക്ക് ബോൾ, ലൈറ്റ് പെന്ന്, മാഗ്നറ്റിക് സ്കാനർ ഒക്കെ എന്താണ്? ഈ പറയുന്ന പോലെ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസ് ആണ് ഏതൊക്കെ? കീബോർഡ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മൗസ്, അങ്ങനെ പറയുന്ന എല്ലാം ഇതിലാണ് വരുന്നത്. പുറമേ ഉള്ള ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏതൊക്കെയാണ്? മോണിറ്റർ, അതുപോലെ സ്പീക്കർ, പ്രിന്റർ, പ്ലോട്ടർ. ഓക്കെ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഈ പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസസിൽ വരുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത് വരുന്ന which among the following unit is used to count the speed of modern printers? മോഡേൺ പ്രിന്റേഴ്സിന്റെ സ്പീഡിനെ എന്താ പറയുന്നത്? എല്ലാവർക്കും അറിയായിരിക്കും. പ്രിന്ററിന്റെ സ്പീഡിനെ കാണിക്കുന്ന ഏതിലാണ്? PPM-ലാണ് അല്ലെ. PPM എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചേഴ്സ് എന്താണ്? പേജസ് പെർ മിനിറ്റ് അല്ലെ. പേജസ്, എത്ര പേജസ് ആണ് പെർ മിനിറ്റിൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പേജസ് പെർ മിനിറ്റ് ആണ് PPM എന്ന് പറയുന്നത്. പേജസ് പെർ മിനിറ്റ് ആണ് PPM എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഓൾഡ് പ്രിന്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഈ പറയുന്ന CPM-ഉം
LPM ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾഡ്, ഇവിടെ അതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത് മോഡേൺ പ്രിന്ററിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതെന്നാണ് ചോദിക്കുന്നത്. അത് ഏതാണ്? പേജസ് പെർ മിനിറ്റ് ആണ്. എത്ര പേജസ് ആണ് പെർ മിനിറ്റിൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷെ ഓൾഡർ പ്രിന്റേഴ്സിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ ഏതൊക്കെയാണ്? CPM-ഉം LPM-ഉം ആണ്. CP എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ് ആണ്. എന്താണ്? ക്യാരക്ടേഴ്സ് പെർ മിനിറ്റും. LPM എന്ന് പറഞ്ഞാൽ ലൈൻസ് പെർ മിനിറ്റും ആണ്. ഓക്കെ, അപ്പം CPM എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടേഴ്സ് പെർ മിനിറ്റും LPM എന്ന് പറഞ്ഞാൽ ലൈൻസ് പെർ മിനിറ്റും ആണ്. ഇത് യൂസ് ചെയ്തിരുന്ന എപ്പോഴാണ്? ഓൾഡർ പ്രിന്റേഴ്സിലാണ്, ഓൾഡർ ആയിട്ടുള്ള പ്രിന്റേഴ്സിലാണ്. മോഡേൺ പ്രിന്റേഴ്സ് ആയിട്ടുള്ള ലേസർ ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിലൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന PPM ആണ് കേട്ടോ, ഇങ്ക്ജെറ്റ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ലേസർ പ്രിന്റേഴ്സിൽ PPM, പേജസ് പെർ മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടേ, സ്പീഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ആസ് സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ സ്പീഡിനെ നമ്മൾ എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ക്ലോക്ക് സ്പീഡ് എന്നാണ് അല്ലേ? എന്താണ്? ക്ലോക്ക് സ്പീഡ് എന്നാണ് പറയുന്നത്. ശരിക്കും CPU-ന്റെ സ്പീഡിനെയാണ് നമ്മൾ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? പ്രോസസ്സർ സ്പീഡ് എന്ന് പറയാം അല്ലേ? പ്രോസസ്സർ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയ CPU-ന്റെ സ്പീഡിനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സർ സ്പീഡ് എന്ന് നമുക്ക് പറയാം. എന്താണ്? പ്രോസസ്സർ സ്പീഡ്. ഓക്കെ, അപ്പൊ പ്രോസസ്സർ സ്പീഡ് അല്ലെങ്കിൽ എന്താണ്? ക്ലോക്ക് സ്പീഡ് എന്ന് നമുക്ക് അതിനെ നോർമലി പറയാം. ഇത് എന്തൊക്കെയായിട്ടൊക്കെ ഉണ്ട്? MIPS എന്ന് നമ്മൾ ചെയ്യാറുണ്ട്, BIPS എന്നൊക്കെ പറയാറുണ്ട്. കാരണം മില്യൺസ് പെർ സെക്കൻഡ് എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം പ്രോസസ്സിംഗ് സ്പീഡിനെയാണ് നമ്മൾ പറയുന്നത്. മിപ്സും ബിപ്സും എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക സ്പീഡ് ഓഫ് മൗസ്. സ്പീഡ് ഓഫ് എന്താണ്? മൗസിന്റെ സ്പീഡിനെ എന്താ പറയുക നമ്മൾ? മൗസിന്റെ സ്പീഡിനെ മിക്കി എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ്? മിക്കി പെർ സെക്കൻഡ്, മിക്കി പെർ മിനിറ്റ് എന്നാണ് പറയുന്നത്. സ്പീഡ് ഓഫ് എ മൗസ് ഈസ് കാൾഡ് ആയിട്ട് മിക്കി എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കീബോർഡിന് ഒരു സ്പീഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർഡ്സ് പെർ മിനിറ്റ് ആണ്. വേർഡ്സ് പെർ മിനിറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഇത് സ്പീഡ് ഓഫ് മൗസ് ആണ്, മിക്കി എന്നാണ് പറയുന്നത് കേട്ടോ. MIPS. ഓക്കെ, സ്പീഡ് ഓഫ് മൗസ് മിക്കി ആണ്. സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ ക്ലോക്ക് സ്പീഡ്, പ്രോസസർ സ്പീഡ്സ് അല്ലെങ്കിൽ MIPS, മില്യൺ യൂണിറ്റ്സ് പെർ സെക്കൻഡ്, ബില്യൺ യൂണിറ്റ്സ് പെർ സെക്കൻഡ് ആണ് MIPS, BIPS എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് FTP? FTP എന്ന് പറയുന്നത് എന്തിന്റെ ഫുൾ ഫോം ആയിട്ടാണ് പറയുന്നത്? ഏതിന്റെയാണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു N2-way, അതായത് ഇപ്പം 2-way കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് കേട്ടോ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇനി അല്ല, വലിയ വലിയ ഫയൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? TCP യൂസ് ചെയ്യും. TCP, ട്രാൻസിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. വലിയ ഫീൽഡിലേക്കാണെങ്കിൽ നമ്മൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഇതെന്താണ്? FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്ത് പറയാം? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതൊക്കെ എന്താണ്? ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ? ലോക്കൽ, കുറച്ച് ഏരിയാസ് ആണെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതാണ് ഏതിൽ യൂസ് ചെയ്യുന്നത്? ഇന്റർനെറ്റ് ഫീൽഡുകൾക്ക് യൂസ് ചെയ്യുന്നത്, ഇന്റർനെറ്റ് ഫീൽഡുകളിലേക്ക് യൂസ് ചെയ്യുന്നത്, ഇന്റർനെറ്റ് മൾട്ടിമീഡിയാസിനൊക്കെ യൂസ് ചെയ്യുന്നത് വാൻ ആണ്. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ FTP. ഇവിടെ എന്താ വരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മോഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടുപേരടങ്ങിയ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്കാണെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടിമീഡിയാസിലേക്കാണ് അത് സെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? നമുക്ക് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അത്രയും കാര്യം അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ISDN? നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ISDN എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഏത് ഇതായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആണ് അല്ലേ? ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് ISDN. ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പണ്ടത്തേക്ക് STD കോൾസ് ഒക്കെ വിളിക്കാനൊക്കെ അല്ലേ, അങ്ങനത്തെ ഉള്ളൊരു സംഭവത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ISDN ആയിരുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആണ്. ഇറ്റ്സ് ലൈക്ക് എന്താണ്? ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യം അവിടെ മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ടാഗ് ലൈൻ ഡു നോട്ട് ഈവിൽ ഈസ് ഓൺഡ് ബൈ. ഡു നോട്ട് ഈവിൽ എന്ന് പറയുന്ന ഈ ഒരു ടാഗ് ലൈൻ ആരുടെ എന്നാണ് ചോദിക്കുന്നത്? ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് ബി ഈവിൽ എന്ന് പറയുന്ന ഒന്നാണ്. ഡോണ്ട് ബി ഈവിൽ, ഒരിക്കലും ഈവിൽ ആവരുത് എന്നുള്ള ഒരു രീതിയിലാണ് ചോദിക്കുന്നത്. ഒരിക്കലും നെഗറ്റീവ് ആവരുത്, ഒരു ഡെവിലിനെ പോലെ ആവരുത് എന്നുള്ളൊരു രീതിയാണ് പറയുന്നത്. നെഗറ്റീവ്സ് ആവരുത്. അപ്പോൾ ഡു നോട്ട് ഈവിൽ എന്ന് പറയുന്ന ഈ ഒരു ടാഗ് ലൈൻ ആരുടെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഗൂഗിളിൻ്റെ ആയിരുന്നു കേട്ടോ. ആരുടെയാണ്? ഗൂഗിളിൻ്റെ ആയിരുന്നു. ഇപ്പം എന്താണ്? അത് മാറ്റിയിട്ട് ഡു ദ റൈറ്റ് തിങ് എന്നുള്ളൊരു രീതിയിലേക്ക്. കാരണം അതിൻ്റെ തന്നെ ഒരു സെയിം മോഡ് ഓഫ് വേറൊരു കമ്മ്യൂണിക്കേഷനാണ് അവർ ചെയ്യുന്നത്. ഡു ദ റൈറ്റ് തിങ്. ഇതാണ് അവരുടെ എന്തെന്ന് പറയുന്നത്?
ഈ പറയുന്ന ആ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ടാഗ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡു ദ റൈറ്റ് തിങ് അല്ലെങ്കിൽ ഡു നോട്ട് ഈവിൾ എന്നല്ലെങ്കിൽ ഡോണ്ട് ബി ഈവിൾ എന്നുള്ളൊരു കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതെന്താണ് ശരിക്കും ഗൂഗിളൊക്കെ എന്താണ്, ഒരു വെബ് ബ്രൗസേഴ്സ് പോലെയാണ് അല്ലേ, വെബ് സെർച്ച് എഞ്ചിൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്, സെർച്ച് എഞ്ചിനാണ്. ഇതെല്ലാം സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ, ബൈഡു, ബിങ്, യാഹു അല്ലെ, ഇതെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. ബൈഡു ആരുടെയാണ്, ശരിക്കും ചൈനയുടെ സെർച്ച് എഞ്ചിനെയാണ് ബൈഡു എന്ന് പറയുന്നത്. ചൈനയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനാണ് ബൈഡു. ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ വേൾഡിൽ തന്നെ ഏറ്റവും ഇതായിട്ടുള്ള എഞ്ചിനാണ്, സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ബിങ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെയാണ് അല്ലേ. ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് ഏതെന്ന് പറയുന്നത്, ബിങ് എന്ന് പറയുന്നത്. അവർ തന്നെയാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അത് ആലോചിക്കുക, ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പറയുന്ന യാഹു എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിൻ ആയിരുന്നു. ഒരു കാലത്തൊക്കെ നല്ല ഫേമസ് ആയിരുന്നു, ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നവരുണ്ട് അല്ലേ, അത് ആലോചിക്കുക. പിന്നെ ഡക്ക് ഡക്ക് ഗോ എന്നൊക്കെ പറയുന്ന കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഡക്ക് ഡക്ക് ഗോ ഇതൊക്കെ എന്താണ്, ഓരോരുത്തരുടെ ഈ പറയുന്ന സെർച്ച് എഞ്ചിൻസ് ആണ് കേട്ടോ, സെർച്ച് എഞ്ചിൻസ് ആണ്. ബൈഡു ചൈനയുടെ ആണെന്ന് പറയുമ്പോൾ യാൻഡെക്സ് എന്ന് പറയുന്നത് റഷ്യയുടെയാണ്. യാൻഡെക്സ് ഏതെയാണ്, റഷ്യക്കാരുടെയാണ് യാൻഡെക്സ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ. ഓക്കെ, അവർ സ്വന്തമായിട്ട് സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ആ കാര്യം ആലോചിക്കുക. ഓക്കെ, ഡക്ക് ഡക്ക് ഗോ ഉണ്ട്, പിന്നെ ഗൂഗിള്, ബിങ്, യാഹു, ബൈഡു ഇതൊക്കെ എന്താണ്, സെർച്ച് എഞ്ചിൻസ് ആണ്. സെർച്ച് ചെയ്യുന്ന എഞ്ചിൻസ് ആയിട്ടാണ് പറയുന്നത്, സെർച്ച് എഞ്ചിൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മളിപ്പം സെർച്ച് എഞ്ചിൻസ് പറയുമ്പോൾ നിങ്ങൾ എന്തും അറിഞ്ഞിരിക്കണം, വെബ് ബ്രൗസേഴ്സ് അറിഞ്ഞിരിക്കണം. സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസേഴ്സും ഒരേ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും കുറച്ച് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കോണ്ടെക്സ്റ്റുകൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ. കുറച്ചും കൂടെ വെബ് ബ്രൗസ് ചെയ്യുക, മൊത്തത്തിലൊന്ന് പേജ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത്, വെബ് ബ്രൗസേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഏതാണ്, ഗൂഗിളിൻ്റെ തന്നെ ക്രോം ഉണ്ടല്ലേ. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് വെബ് ബ്രൗസറാണ്, ഗൂഗിൾ ക്രോം. അതുപോലെ നമ്മുടെ ഈ ലാപ്ടോപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിൻ്റെ എന്താണ്, എഡ്ജുകളാണ് അല്ലേ. മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ ഗൂഗിളിൻ്റെ ക്രോം ആണ് മൈക്രോസോഫ്റ്റിൻ്റെ. ആൻഡ്രോയിഡുകാർ യൂസ് ചെയ്യുന്നത് ശരിക്കും ഗൂഗിൾ ആണ് അല്ലേ, ഗൂഗിൾ ക്രോം ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ആണ്. ആപ്പിളിൻ്റെ എന്തുണ്ട്, ആപ്പിൾ സഫാരി ഉണ്ട് അല്ലേ, ആപ്പിൾ സഫാരി എന്നാണ് പറയുന്നത്. അവരുടെ വെബ് ബ്രൗസേഴ്സ് സഫാരി ആയിട്ടാണ് പറയുന്നത്, സഫാരി. ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡിൻ്റെ ശരിക്കും ഗൂഗിളാണ് യൂസ് ചെയ്യുന്നത്, ആപ്പിളുകാർ സഫാരിയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ യൂസ് ചെയ്യുന്ന മോസില്ല മോസില്ല ഫയർഫോക്സ് എന്നുള്ളത് അവരുടെയാണ്. മോസില്ല ഫയർഫോക്സ് എന്നുള്ളതുണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഓപ്പറ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഒപ്പേറ എന്നൊക്കെ പറയല്ലേ, ഒപ്പേറ എന്ന് പറയുന്ന ഒരു ചുവന്ന കളർ ആ ഒരു രീതിയിലുള്ള വെബ് ബ്രൗസേഴ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, ലാപ്ടോപ്പിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. ഫോണിൽ യൂസ് ചെയ്യുന്നത് ഒന്ന് ഗൂഗിൾ ക്രോമും പിന്നെ ആപ്പിളിൻ്റെ സഫാരിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എത്ര കാര്യം അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഗൂഗിൾ ക്രോം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2008 ആ ഒരു ടൈം റേഞ്ചിലാണ് കേട്ടോ. 2008 അത് ആ വെബ് ബ്രൗസർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഗൂഗിൾ ക്രോമിൻ്റെ കാര്യമാണ് നമ്മളവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത വേർഡ് സ്പൈഡർ ഈസ് റിലേറ്റഡ് ടു. സ്പൈഡർ എന്ന് പറയുന്ന വേർഡ് എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, സെർച്ച് എഞ്ചിൻ ആണോ, സോഫ്റ്റ്വെയർ ആണോ, ഹാർഡ്വെയർ ആണോ, വെബ്സൈറ്റ് ആണോ? സ്പൈഡർ എന്ന് പറയുന്ന ടേം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തിനെയാണ്, സോഫ്റ്റ്വെയറിനെയാണ്. സോഫ്റ്റ്വെയർ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്നതും അല്ലെങ്കിൽ തൊടാൻ പറ്റുന്നതിനെ ഹാർഡ്വെയർ എന്ന് പറയുന്നെങ്കിൽ ഇന്റേണലി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ത് പറയും, നമുക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്തൊരു സിസ്റ്റം യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർസ് ആണ്. ഇൻപുട്ട് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്പൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വല കെട്ടി പോകുന്ന പറഞ്ഞാൽ ഒരു ഡേറ്റ എക്സ്ട്രാക്ഷൻ ആണ്. ഒരു കാര്യം സെർച്ച് ചെയ്ത് പല കാര്യങ്ങളിലേക്ക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളൊരു കാര്യം ചികഞ്ഞെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഡേറ്റയുടെ എക്സ്ട്രാക്ഷൻ ആണ് നടക്കുന്നത്. അതാണ് സ്പൈഡർ എന്ന് പറഞ്ഞൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഡേറ്റ എക്സ്ട്രാക്ഷൻ ആണ് സ്പൈഡർ എന്ന് പറയുന്ന ഈ സംഭവം ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യം ആലോചിക്കുക. അപ്പം ഡേറ്റ എക്സ്ട്രാക്ഷൻ ആണ് ആലോചിക്കുക. ഓക്കെ, ഗൂഗിളുകാരുടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ബോട്ട് പോലെയൊക്കെ ഇല്ലേ, ഗൂഗിൾ ബോട്ട് ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ ബോട്ട്. ഓക്കെ, ഗൂഗിൾ ബോട്ട്, വിൻഡോസ് ഇതൊക്കെ ശരിക്കും സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആയിട്ടാണ് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഈവൻ നമുക്ക് ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, സ്കൈപ്പ്, അതുപോലെ സൂം ഇതൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആനിമേഷൻ ചെയ്യാനും അതുപോലെ വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാനും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സോഫ്റ്റ്വെയർസ് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഇപ്പം വിൻഡോസ്, ഇപ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS എന്ന് പറയുന്നത് അല്ലേ,
OS എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അത് ആലോചിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡോബ് ഫോട്ടോഷോപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പല രീതിക്കും എന്തുണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം കമ്പ്യൂട്ടറിൻ്റെ. ഓക്കെ, ആ കാര്യം ആലോചിക്കുക. ഇനി അടുത്തത് PSD ഈസ് എ ഫയൽ എക്സ്റ്റൻഷൻ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഫയൽ? PSD എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ഫയലായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഏത് കമ്പ്യൂട്ടർ ഫയലിനെയാണ് PSD എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? .PSD എന്ന് പറയുന്നത് എന്തിനാണ് PSD? അഡോബ് ആക്രോബേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡോബ് ആക്രോബേറ്റ്, അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് കൊണ്ട് അതുപോലെ തന്നെ അഡോബ് ആക്രോബേറ്റ് ഉണ്ട്. ആക്രോബേറ്റ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ PDF വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ, നമ്മുടെ ഡോക്യുമെന്റ് ഫയൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ അബ്രിവേഷൻ എന്താണ്? .PDF എന്നുള്ളതാണ്. .PDF എന്നുള്ളതാണ് എന്ന് പറയുന്നത് അഡോബ് അക്രോബേറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് PSD ആണ് കേട്ടോ. അപ്പോൾ PSD എന്തിൻ്റെയാണ്? അഡോബ് ഫോട്ടോഷോപ്പിന്റെ ഇതാണ് PSD എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ എല്ലാവർക്കും അറിയാം, മുന്നത്തെ ആണെങ്കിൽ ഡോക്ക് എന്നായിരുന്നു, ഇപ്പൊ എന്തുണ്ട്? DocX എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഉണ്ട്. DocX ആണ്. പെയിന്റ് ഷോപ്പ് പ്രോയിന്റെ എന്താണ്? PSP ആണ്. .PSP ആണ്. പെയിന്റ് ഷോപ്പ് പ്രോയുടെ ആണ് PSP എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറെ നമ്മൾ എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാറുണ്ട്, ഫയൽ എക്സ്റ്റൻഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. JPEG എന്നൊക്കെ പറഞ്ഞ ഇമേജുകൾക്കൊക്കെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, JPEG അതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഇമേജ് ഫോർമേഷൻ യൂസ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന പോലെ ഓഡിയോ ഫയൽസിന് MB3 യൂസ് ചെയ്യുന്നു, വീഡിയോ ഫയൽസിന് MB4 യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ഫയൽസുകളാണ്, എക്സ്റ്റൻഷനാണ്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇൻ കമ്പ്യൂട്ടർ മൈക്രോസോഫ്റ്റ് വേർഡ് ടു റിമൂവ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഏതെന്നാണ് ചോദിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡിൽ പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഏതാണ്? പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? Q ആണ് കേട്ടോ. ഫോർമാറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് Q ആണ്. ഫോർമാറ്റ് ചെയ്യുക, ഒരു കാര്യം മാറ്റണമെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കണമെന്നൊക്കെ ആലോചിക്കുക. ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പോൾ കൺട്രോൾ Q ആണ്. കൺട്രോൾ M എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ പവർ പോയിന്റിലാണെങ്കിൽ പുതിയൊരു സ്ലൈഡ് ഇൻസൈഡ് ചെയ്യുക. ന്യൂ സ്ലൈഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂ സ്ലൈഡ് തരാൻ വേണ്ടിയിട്ടാണ്, ഒരു ന്യൂ സ്ലൈഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് കൺട്രോൾ M ഉപയോഗിക്കുന്നത്. പക്ഷേ MS വേർഡിൽ നിന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഡെന്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മളൊരു പാരഗ്രാഫ് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി വന്ന പാരഗ്രാഫ്, ഇങ്ങനെ കിടക്കുന്ന പാരഗ്രാഫിന് ഇതാണ് ഇപ്പോൾ മാർജിൻ എന്ന് വിചാരിച്ചു. ഈ മാർജിനിൽ നിന്ന് വ്യത്യാസമാക്കാൻ വേണ്ടി, അതായത് ഇങ്ങോട്ടാക്കൂലേ നമ്മൾ ഇൻഡെന്റ് ചെയ്ത് മാറ്റുക. എന്ത് ചെയ്യും? ഇൻഡെന്റ് ചെയ്ത് പാരഗ്രാഫിനെ ലെഫ്റ്റ് അലൈൻമെന്റിൽ കിടന്ന പാരഗ്രാഫിനെ ഇങ്ങോട്ട് റൈറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെന്റ് ചെയ്യുക. ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോൾ+M ഉപയോഗിച്ച് ചെയ്യുന്നത്. അതായത് ഒരു പാരഗ്രാഫ് ഇവിടെ നിന്ന് എഴുതി തുടങ്ങി, അടുത്ത പാരഗ്രാഫ് ഇവിടെ നിന്നാണ്, പക്ഷെ ഇവിടെ ഉള്ള പാരഗ്രാഫിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തു? മാറ്റി ഇങ്ങോട്ടാക്കി, നടുക്കൂന്നാക്കി. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോകുന്നു. അപ്പം ഈ ഒരു രീതി തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്ന ആ ഒരു ഇൻഡെന്റ് ചെയ്ത സൈഡിനെയാണ് കൺട്രോൾ+M യൂസ് ചെയ്യുന്നത് കേട്ടോ. കൺട്രോൾ+M യൂസ് ചെയ്യുന്ന എന്ന കാര്യം മനസ്സിലാക്കുക. കൺട്രോൾ+J എന്താണ്? ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺട്രോൾ+J. കൺട്രോൾ+K എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ ലിങ്ക്. എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അതിന് കയറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹൈപ്പർ ലിങ്ക് ആണ് കൺട്രോൾ+K എന്ന് പറയുന്നത്. കൺട്രോൾ+K എന്താണ്? ഹൈപ്പർ ലിങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കൺട്രോൾ+K എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ കാര്യം ആലോചിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ വിത്ത് ദ ഇൻകറക്റ്റ് ഫുൾ ഫോം ഫോർ ദ കറസ്പോണ്ടിങ് ആക്രോണിം. ഈ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആക്രോണിം ഏതെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ തന്നിട്ടുള്ളതിൽ ഓക്കെ ഏതാണെന്ന് അറിയാവോ? CDAC എന്ന് പറയുന്നത് എന്താണ്? സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. CDAC എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ്. CDAC നമുക്ക് എല്ലാവർക്കും അറിയാം, അവരാണ് എന്ത് ചെയ്യുന്നത്? കുറേ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെ, ഈ ഒരു രീതിയിലുള്ള പല കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇവരാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം കേട്ടോ, മനസ്സിലാക്കിക്കോളാം. ഇതിൽ തെറ്റെന്ന് പറയുന്നത് ഏതാണ്? ചൊഗാം എന്ന് പറയുന്ന ഈ പറയുന്ന കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മിനിസ്ട്രീസ് ആണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കി സൈറ്റ്സ് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് തന്നെയാണ്. കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇതിൽ തെറ്റ് ഈ പറയുന്ന ഇതാണ് കേട്ടോ, കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മിനിസ്ട്രീസ് എന്നുള്ളതാണ്. ഓക്കെ, ആ കാര്യം അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വാട്ട് ഡസ് ദ ആക്രോണിയം SMPS സ്റ്റാൻഡ്സ് ഫോർ? SMPS സ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? SMPS എന്ന് പറയുന്നത് എന്തിനെയാണ് പറയുന്നത്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഒരു പവർ സപ്ലൈ ആണ്, സ്വിച്ച് മോഡിലുള്ള പവർ സപ്ലൈനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന SMPS എന്ന് പറയുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, SMPS എന്ന് പറഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. അബ്രിവേഷൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത MS Excel വർക്ക് ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് എന്താണെന്നാണ് ചോദിക്കുന്നത്. MS Excelന്റെ വർക്ക് ബുക്കിന്റെ കളക്ഷനെ പറയുന്ന പേര് എന്താണ്?
വർക്ക് ബുക്കുകളുടെ കളക്ഷനെ പറയുന്നത് എന്ത് തന്നെയാണ്? വർക്ക് ഷീറ്റുകൾ എന്നാണ്, അല്ലെങ്കിൽ ചാർട്ടുകളാണ്. ഓരോ പേജുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വർക്ക് ഷീറ്റായിട്ടും ചാർട്ടായിട്ടും അല്ലേ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. MS Excel വർക്ക് ബുക്കിനെ നമ്മൾ കളക്ഷനെ പറയുന്ന പേര് വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ചാർട്ട്സ് എന്നാണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ചാർട്ട്സ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ റെഫേഴ്സ് ടു ദ ടോപ്പ് മോസ്റ്റ് ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ദാറ്റ് കണ്ടെയ്ൻ മെനു ഐറ്റംസ് ആൻഡ് ടൂൾ ബാർസ് അവൈലബിൾ ഇൻ MS Excel. MS Excelനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ്, നമ്മളിപ്പോൾ ഇതുപോലെയുള്ള കുറേ കോളംസ് ഒക്കെ കാണും അല്ലേ? ഇതിനകത്ത് കുറേ കോളംസ് ഒക്കെ ഇങ്ങനെയൊക്കെ കാണും എക്സലിൽ. പക്ഷേ ഇതിന് മുകളിലായിട്ട്, ഇതിന് മുകളായിട്ട് എന്തുണ്ട്? ഈ പറയുന്ന നമ്മുടെ MS വേർഡിലായാലും MS Excelലായാലും ഒക്കെ കാണുന്ന കുറേ ഫോർമാറ്റിംഗ് മെനു ബാർസ് ഉണ്ട് അല്ലേ? ഈ പറയുന്ന സൈസ്, അതുപോലെ ഫോർമാറ്റ് ബട്ടൺ, എഡിറ്റ് ബട്ടൺ, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു മൊത്തം കളക്ഷനെ എന്തായിട്ടാണ് പറയുന്നത്? ആ ഒരു ടൂൾ ബാർസിന്. ഇവിടെ എന്താണ് ഇത്? ശരിക്കും പറഞ്ഞാൽ ടൂൾ ബാറാണ്. ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനുള്ള ടൂൾ ബാറാണ് അവിടെ വരുന്നത്. ആ ടൂൾ ബാർസ്, ആ മെനു ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്ത ടൂൾ ബാർസിനെയൊക്കെ എന്തായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ അറിയപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഓ, ഇതിൽ രണ്ടിലും ഒരേ ഓപ്ഷൻസ് ആണ് വന്നത്. അവിടെ മിസ്റ്റേക്ക് എന്താണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ റിബൺ എന്നുള്ളതാണ് കേട്ടോ. എന്താണ്? റിബൺ ആണ്. റിബൺ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആ ഒരു ടോപ്പ് മോസ്റ്റ് ലെയറിൽ കാണുന്ന ടൂൾ ബാർസിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിബൺ എന്നാണ്. ഈ ഒരു ഫുൾ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു കോളംസിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പിലായിട്ട് കിടക്കുന്ന ആ ഫുൾ ബോക്സിനെ പറയുന്ന പേര് എന്താണ്? ടൂൾ ബാർ ആയിട്ട് പറയുന്ന ആ ബോക്സിനെ പറയുന്ന പേര് റിബൺ എന്നാണ്. എന്താണ്? റിബൺ ആണ് കേട്ടോ. റിബൺ, റിബൺ എന്നാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. റിബൺ ആണ്, റിബൺ. ഓക്കെ, ആ കാര്യം അവിടെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. റിബൺ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് വരുന്നത് ഓൾ ഫോം ഓഫ് റോം ഈസ് നോൺ ആസ് എന്തായിട്ടാണ് ചോദിക്കുന്നത്? എല്ലാ ഫോം ഓഫ് റോമും എന്താണ്? റോം, റീഡ് ഓൺലി മെമ്മറി എന്നറിയപ്പെടുന്ന റോം ഈസ് നോൺ ആസ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ റോം ആക്ച്വലി ഒരു ഫേം വെയർ ആണ് അല്ലേ? എന്താണ്? ഫേം വെയർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫേം വെയർ ആണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഫേം വെയർ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അത് ഫിക്സഡ് ആണ്, നോൺ വോളറ്റൈൽ ആണെന്നുള്ളൊരു അർത്ഥമാണ്. എന്താണ്? നോൺ വോളറ്റൈൽ ആണ്, എപ്പോഴും പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. നോൺ വോളറ്റൈൽ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. അതേസമയം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളറ്റൈൽ മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ ഏതാണ്? റാം ആണ് അല്ലേ? ഏതാണ്? ഏതാണ്? റാം അല്ലേ? റാം അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളറ്റൈൽ മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റാം അല്ലേ? ബാക്കിയുള്ള ഈ പ്രോമും റോമും ഒക്കെ എന്താണ്? നോൺ ഓക്കെ, റാം ആണ് വോളറ്റൈൽ മെമ്മറി, റോം ആണ് എന്തെന്ന് പറയുന്നത്? നോൺ വോളറ്റൈൽ മെമ്മറി എന്നുള്ളത് കേട്ടോ. പ്രോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന റീഡ് ഒൺലി മെമ്മറിയാണ്. പ്രോഗ്രാമബിൾ ആയിട്ടുള്ള റീഡ് ഒൺലി മെമ്മറിയാണ്. അതേസമയം EEPROM എന്ന് പറഞ്ഞാൽ എന്താണ്? EEPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ ആയിട്ടുള്ള പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറിയാണ്. റീഡബിൾ മെമ്മറിയാണ്. ഓക്കെ, ആ കാര്യം അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോളാം. റാം എന്താണ്? വോളറ്റൈൽ ആണ്. അതേസമയം റോം എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. അത് പെർമനന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. റാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഈ പ്രോമും ഒക്കെ എന്താണ്? ഇറേസബിൾ ആയിട്ടുള്ള പ്രോഗ്രാമബിൾ ഇതാണ് കേട്ടോ, ഇറേസബിൾ ആയിട്ടുള്ളതാണ്. അപ്പം അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യത്തിൽ പഠിച്ചു വെക്കേണ്ടത്. ഈ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി NTPC ഇപ്പോൾ എഴുതുന്നവർക്കാണെങ്കിൽ അറിയാം കുറച്ച് എന്താണ് ഡെപ്തിന്ന് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MS വേർഡിൻ്റെ തന്നെ MS Excelൻ്റെ തന്നെ കുറച്ചും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് കൂടുതൽ ചോദിക്കാനായിട്ട് ചാൻസ് വരുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ക്രൂക്കഡായിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻസ് കൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? ഡീൽ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.